ഡോക്ടർ ഐഷ എന്ന് പറയുന്ന വിദ്യാസമ്പന്നയായ ഒരു യുവതി സ്വന്തം ഭർത്താവ് തന്നോട് കാണിച്ച അനീതി, അധർമ്മം, ക്രൂരത എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയെ സമൂഹത്തോട് പറഞ്ഞുകൊണ്ട് സമരം നടത്തി സാമൂഹ്യ മാധ്യമങ്ങളിലും വാർത്താമാധ്യമങ്ങളിലും ഇടം നേടി. ആ വിഷയത്തിൽ ഐഷ ഉയർത്തിയ ആ ആവശ്യങ്ങളെ പരിഗണിക്കപ്പെടേണ്ടതാണ്, അതിന് ഉത്തരമുണ്ടാക്കേണ്ടതാണ്, അത് പരിഹരിക്കപ്പെടേണ്ടതാണ് എന്ന ഉറച്ച നിലപാടിലാണ് ഞാനുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ഈ കെട്ടിയ ആളിന്റെ മറ്റൊരു സഹോദരന്റെ ഭാര്യ എന്ന പേരിൽ ഒരു കുറിപ്പ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. അതിന്റെ വസ്തുത എന്താണ് എന്നറിയാത്തതുകൊണ്ട് എനിക്ക് അയച്ചു തന്നത് ഒരു ചെറുതല്ലാത്ത ഒരു ഔദ്യോഗിക മേഖലയിൽ ഉയർന്ന ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും ഞാനത് പ്രതികരിച്ചില്ല. കാരണം അതിന്റെ വസ്തുത എന്താണ് എന്നറിയാത്തതുകൊണ്ട്. പക്ഷേ ഇതിലൊരു കാര്യമുള്ളത്, ഇതുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തപ്പോൾ ഞാൻ ആവർത്തിച്ച് പറഞ്ഞത് അതിലെ മഹല്ല് കമ്മിറ്റിയുടെ കാര്യം പരാമർശിച്ചിരുന്നു. അപ്പൊ ചില മഹല്ല് കമ്മിറ്റിക്കാരും അതിന് ഉത്തരവാദിത്തപ്പെട്ടവരായ ചിലർ കമന്റുകളായും മെസ്സഞ്ചറിലും ഒക്കെ വന്ന് ഇതിന് മഹല്ല് കമ്മിറ്റി എന്ത് പിഴിച്ചടൂ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കേണ്ടി വരുന്നത്. മഹല്ലുകൾ എന്ന് പറയുന്നത് എല്ലാത്തിനും സുന്നത്തുകളെ പിന്തുടർന്ന്, പ്രവാചക ചര്യകളെ പിന്തുടർന്ന് ആണ് എന്നാണല്ലോ അവകാശപ്പെടുന്നത്. പ്രവാചകന്റെ മഹല്ല് അല്ലെങ്കിൽ മസ്ജിദ് എന്ന് പറയുന്നത് കേവലം 5 നേരത്തെ നമസ്കാരത്തിനോ മയ്യത്തടക്കുന്നതിനോ നബിദിനത്തിന് ചോറ് വെച്ചു കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ മൗലൂദ് നടത്തുന്നതിനോ വേണ്ടി മാത്രമായിരുന്നില്ല. അതൊരു ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിഹരിക്കുന്ന ഒരു മിനി സെക്രട്ടേറിയറ്റ് ആയിരുന്നു എന്നതാണ് സത്യസന്ധമായൊരു കാര്യം. നമ്മള് ഒരു നിക്കാഹ് നടക്കുന്നിടത്ത് ഒരു പേപ്പറും പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു ബുക്കും പിടിച്ചുകൊണ്ട് അതിന്റെ പ്രമാണിമാരിൽ ഒരാളായി ഈ വളർത്തിയ പെൺകുട്ടിയുടെ പിതാവിനോടൊപ്പം അല്ലെങ്കിൽ ആൺകുട്ടിയുടെ പിതാവിനോടൊപ്പം കയറി സ്റ്റേജിൽ ഇരുന്ന് അതിന്റെ എല്ലാ പ്രാധാന്യത്തോടും കൂടി അടുത്തിരുന്ന് അതിലെഴുതി രേഖപ്പെടുത്തുമ്പോഴാണ് വിവാഹം നടക്കുന്നതെന്ന് സ്ഥാപിച്ച് അതിന്റെ തുകയും വാങ്ങി പിരിഞ്ഞു പോകുമ്പോൾ ആ ഉത്തരവാദിത്തം തീർന്നു എന്ന സമീപനമല്ല മഹല്ല് കമ്മിറ്റികൾക്ക് വേണ്ടത്. ഇത്തരം ചില ഗൗരവമായ വിഷയങ്ങൾ ഉണ്ടാവുമ്പോൾ അവളോ അവനോ ഏത് മഹല്ലിൽപ്പെട്ട ആളാണെങ്കിലും നമ്മുടെ മഹല്ലിൽപ്പെട്ടവൻ കുറച്ച് പ്രമാണിയാണ്, നമ്മുടെ കമ്മിറ്റിയിൽ അംഗമാണ്, പാരമ്പര്യ കുടുംബമാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ കോന്ന ന്യായം പറഞ്ഞ് ഈ പറഞ്ഞവരെ പിന്തുണച്ച് അവരുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ആരോടെങ്കിലും അനീതി പ്രവർത്തിക്കുന്നു എങ്കിൽ ആ കസേരയിൽ ഇരിക്കാൻ നിങ്ങൾ യോഗ്യരല്ലാത്ത വിധം അത് ഉപേക്ഷിച്ചു പോവുകയാണ് വേണ്ടത്. ഇവിടെ അത്തരം വിഷയങ്ങളിൽ ഇടപെടുകയും പലതും ചെയ്യുകയും ഒക്കെ ചെയ്യുന്നവരെ വീണ്ടും അമുക്കി അടുക്കി സംരക്ഷിക്കുന്ന നിലപാടാണ് പലയിടത്തും സ്വീകരിക്കുന്നത്. ഇതിന് യാതൊരു ഉത്തരവാദിത്വമില്ലേ? അങ്ങനെ ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യൂ. ഇപ്പോ ബർത്ത് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയല്ലോ, ആരും ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല. ആരും നിങ്ങളുടെ അടുത്ത് വിവാഹം കഴിച്ച സർട്ടിഫിക്കറ്റിനോ ജനന സർട്ടിഫിക്കറ്റിനോ വരുന്നില്ലല്ലോ. അതിനെല്ലാം അവർ പോകുന്നത് പഞ്ചായത്തിലല്ലേ. നിങ്ങൾ വിട്ടേക്ക്. നിങ്ങൾ ആരെയെങ്കിലും ഇമാമുമാരെ വിളിച്ചോ, നിങ്ങൾ കല്യാണം നടത്തിക്കോ, നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തു, മഹല്ല് കമ്മിറ്റിക്ക് ഉത്തരവാദിത്വം ഇല്ല എന്ന് പറയും. അങ്ങനെ പറയുന്നില്ല. അവിടെ നിങ്ങൾക്കൊരു മുന്തിയ കാർ അയച്ച് ആ കാറിനകത്ത് നിങ്ങളെ കയറ്റിക്കൊണ്ട് പോയില്ലെങ്കിൽ നിങ്ങൾ പോവില്ല. അങ്ങനെ ചെന്ന് അവിടെ ഇറങ്ങി ഇതിന് സാക്ഷിയാവുമ്പോൾ ഇതിനൊരു ന്യായമായ മധ്യസ്ഥ വഹിക്കാനുള്ള ഉത്തരവാദിത്വം ഈ 2 മഹല്ല് കമ്മിറ്റികളും ഉണ്ട്. അവര് അനീതിയാണെങ്കിൽ ഇനി അവൻ ഡോക്ടർ ആയാലും എവിടുത്തെ കുടുംബക്കാരനായാലും അവനോട് പറയാൻ കഴിയണം, നീ കാണിക്കുന്നത് മര്യാദകേടാണ്. കമ്മിറ്റിയിലുള്ള ആളാണെങ്കിൽ ആ കമ്മിറ്റിയിലുള്ളവരോട് പറയണം, നിങ്ങൾ കാണിക്കുന്ന മര്യാദകേടാണ്, ഞങ്ങൾ ആ പക്ഷത്ത് നിൽക്കും. ചിലരൊക്കെ പറയുന്നുണ്ട് അതിന് മഹല്ല് എന്ത് വേണം, അവർ കോടതിയിൽ പോട്ടെ, മറ്റേടത്ത് പോട്ടെ, അതിനൊന്നും നിങ്ങളുടെ സഹായം ആവശ്യമില്ല. നിങ്ങൾ ഈ കട നടത്തുന്നെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് തീരുമാനം എടുക്കാൻ പറ്റണം. നിങ്ങൾക്ക് ആ അനീതി ഉറക്കെ പറയാനെങ്കിലും പറ്റണം. ഇവരുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ നിങ്ങൾ അവിടെ പോയി ആ സ്ത്രീയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം. എവിടെ ഭാഗത്താണ് ന്യായം, എവള് പറയുന്നതിൽ ശരിയുണ്ട്, അവൻ ചെലവിന് കൊടുക്കുന്നില്ല എന്ന് പറയണം. പെണ്ണ് കെട്ടാൻ പ്രവാചകൻ അനുവദിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ചില അസാധ്യമായ പ്രതിസന്ധിയിൽ അവന് കെട്ടേണ്ടി വന്നാൽ ഒരു സൊല്യൂഷൻ എന്നുള്ള നിലയിൽ നിബന്ധനകളോട് അനുവദിച്ചതാണ്. അല്ലാതെ സുന്ദരിയായ ഒരു ഭാര്യയും ബാക്കിയുള്ള സംവിധാനങ്ങളും ഉണ്ട്, അവരുടെ സ്വത്തും മുതലും എല്ലാം കൂടെ കൊള്ളയടിച്ച് തിന്ന് അവിടെ നല്ല പ്രായത്തിൽ ഇയാള് അതെല്ലാം ഉപയോഗിച്ച് സന്തോഷിച്ച ശേഷം അടുത്തത് തിരക്കി പോകുന്നവനെ നാറി എന്ന് മുദ്ര കുത്താനും അവന് നിക്കാഹ് നടത്തി കൊടുക്കാതിരിക്കാൻ ശ്രമിക്കേണ്ടതും
മഹല്ല് കമ്മിറ്റിയുടെ ബാധ്യത കൂടിയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് അത് നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുകയുമാണ്.